ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 ചോദിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ മാത്രമാണ് ശരി. മൂന്നാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ആംബിസിയസ്, മിറാബോ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ. അപ്പോൾ മൂന്നാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ആംബിസിയസ് ആൻഡ് മിറാബോ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ കാലഗണന ആറ്റിങ്ങൽ കലാപം, കുളച്ചിൽ യുദ്ധം, തൃപ്പടിദാനം. ചുവടെ തന്നിരിക്കുന്നവ ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മാത്രമാണ് ശരിയായ ജോഡി. നിഴത്താങ്കലുകൾ, വൈകുണ്ഠസ്വാമികൾ. നിഴത്താങ്കലുകൾ, വൈകുണ്ഠസ്വാമികൾ. ചുവടെ തന്നിരിക്കുന്നവയിൽ നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്തത് ഏത്? നിസ്സഹകരണ സമരവും ബന്ധമില്ലാത്തത് ബി ആണ്. എൽബർട്ട് വില്ല് വിവാദമാണ് നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്തത്. അപ്പോൾ നിസ്സഹകരണ സമരവും ബന്ധപ്പെട്ടത് ചൗരി ചൗര സംഭവം, വെയിൽസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശനം, ഖിലാഫത്ത് പ്രസ്ഥാനം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിലെ ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ 2, 3, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരി. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു. ഇ വി രാമസ്വാമി നയിച്ച സമരത്തെ പിന്തുണച്ചു. ഉത്തര ധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ്. സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്വത്തിന് ഈ മേഖല നിർണായകമാണ്. ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണത്തിന് ശ്രമിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ആൻസർ, ഗ്രീൻലാൻഡ് ആണ്. വിവിധതരം മഴകളെക്കുറിച്ച് പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2 ശരിയായ പ്രസ്താവന. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളെ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. ശൈലവൃഷ്ടി എന്താണ്? പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളെ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് ഘനീഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് ഘനീഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി. താഴെ കൊടുത്ത പ്രസ്താവനകൾ പട്ടികയിൽ സമുദ്രജല പ്രവാഹവും അവ കാണപ്പെടുന്ന സമുദ്രങ്ങളിൽ ശരിയായി യോജിപ്പിക്കുക. 1 എന്ന് പറയുന്ന അഗുൽഹാസ് പ്രവാഹം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രം. കുറോഷിയോ പ്രവാഹം എന്ന് പറയുന്നത് പസഫിക് സമുദ്രം. ലാബ്രഡോർ പ്രവാഹം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലും ഹംബോൾട്ട് പ്രവാഹം എന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രത്തിലുമാണ്. അപ്പോൾ അഗുൽഹാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രം, കുറോഷിയ പസഫിക്, ലാബ്രഡോർ അറ്റ്ലാന്റിക്, ഹംബോൾട്ട് ആർട്ടിക്. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകളിൽ ശരിയായ തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 1, 3 ശരിയായത്. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. അപ്പോൾ എന്താണ്? പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ച് കടന്നു പോകുന്നു. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ച് കടന്നു പോകുന്നു. വിദൂര സംവേദനം സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചത്. 1, 2, 3. ഒരു വസ്തുവിനെയോ പ്രദേശത്തെ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശന ബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണിത്. കൃത്രിമ ഉപഗ്രഹം വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഭൂവിനിയോഗം, ധാതു സമ്പത്തുകളെ കണ്ടെത്തൽ തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരമാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതല്ല? 1, 2, 3. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിന് കാമ്പിനും ഇടയിലായി മാൻഡിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും കൊണ്ടാണ് നിർമ്മിച്ചത്. താഴെ കൊടുത്തിരിക്കുന്ന ഐഎസ്ആർഒയുടെ നൈസർ ദൗത്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ നൈസർ ദൗത്യത്തെക്കുറിച്ച് ശരിയായത് 1, 2 ഇത് നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ്. ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. അപ്പം നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ബഹിരാകാശ ദൗത്യമാണ് നൈസർ. ഇത് ഭൂമിയുടെ
ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജ് ഉപഗ്രഹ ദൗത്യമാണ്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ മൊണ്ടേർ സിംഗ് അൽവാലിയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തരമഹാസമരത്തിന്റെ പ്രത്യേകതകൾ. 1-2 ശരി. ഇന്ത്യയുടെ ദാനിപുരം എന്നറിയപ്പെടുന്നു. ലോകത്തിന്റെ ഏറ്റവും ജനനിബിഡമായ പ്രദേശമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത് പരുത്തിത്തുണി വ്യവസായമാണ്. സാധാരണയായി ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതുതരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? പ്രചലിത നിക്ഷേപം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3 പ്രൈമറി സെക്കൻഡറി മേഖലകളുടെ വികസനം കൂടുന്നതനുസരിച്ച് സേവനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിച്ചു. വരുമാന നിലവാരം കൂടുന്നതനുസരിച്ച് ആളുകൾ സേവനങ്ങൾ കൂടുതലായി ഡിമാൻഡ് ചെയ്യുന്നു. ICT പോലുള്ള സേവനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു. 2022 സാമ്പത്തികശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ ബെൻ എസ് ബർണാക് ആൻഡ് ഡഗ്ലസ് ഡയമണ്ട്, ഫിലിപ്പ് ഡിക്വിക്. മേക്കിംഗ് ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1, 3 2014 ഭാരത സർക്കാർ തുടങ്ങിയ ഒരു സംരംഭമാണ് മേക്കിംഗ് ഇന്ത്യ. ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. 2025 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ബില്ല് പരിഗണിച്ച് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ജഗദാംബിക പാലാണ്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലെ വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി 106-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്ന ഇവ ഏതാണ് ശരിയായത്? എല്ലാം ശരിയാണ്. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, പ്രാദേശിക സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം. നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന തെറ്റായത്? A ആണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 3 ശരിയാണ്. നിർദ്ദേശ തത്വങ്ങൾ സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങളും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. നിർദ്ദേശ തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു. നിർദ്ദേശ തത്വങ്ങൾ സാമ്പത്തിക സാമൂഹിക നീതിക്ക് ഊന്നൽ നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യന് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായി കണ്ടെത്താനാണ്. ഇവയെല്ലാം ശരിയാണ്. പ്രതിരോധം, ആണവോർജ്ജം, തുറമുഖങ്ങൾ, ആദായനികുതി ഇവ യൂണിയൻ ലിസ്റ്റിൽ. സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം, പ്രാദേശിക ഗവൺമെൻറ്, ജയിൽ. കൺകറൻറ്റ് ലിസ്റ്റിൽ നിന്ന് വരുന്ന വിദ്യാഭ്യാസം, വനം, വിവാഹം, വിവാഹമോചനം, മായം ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനയെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലികാവകാശമാണ് ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് 2ഉം 4ഉമാണ്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത്. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അനന്യം പദ്ധതി. കേരളത്തിൽ GSDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല തൃതീയ മേഖലയാണ്. തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് 2ഉം 3ഉം 4ഉമാണ്. ഉപരിതല ജലം സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളെ ഉൾപ്പെടുന്നു. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി, ചീഫ് സെക്രട്ടറി. കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ല് ഉൾപ്പെടാത്തത് ഏത്? ആൻസർ D ആണ്. അപ്പോൾ ഉൾപ്പെട്ടവ: കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക, പാട്ടവ്യവസ്ഥകൾ റദ്ദാക്കുക, ജന്മിത്വം അവസാനിപ്പിക്കുക. കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാലാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ DGP റവാഡ A ചന്ദ്രശേഖർ. ഏത് സാങ്കേതിക വിദ്യയ്ക്കാണ് 2020 കാർപെൻറ്റിയർ, ജെന്നിഫർ എഡ്വേർഡ്ന എന്നീ ശാസ്ത്രജ്ഞർക്ക് രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? CRISPR-Cas9. ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? സൂപ്പർ ബഗുകൾ. കണ്ണുകളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിൻ്റെ പേര് ലൈസോസൈം. നോസിസ്പെഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടതാണ്? വേദനയാണ്. താഴെ തന്നിരിക്കുന്ന DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസാണ് യുറാസിൻ. അപ്പോൾ DNA-യിലുള്ളത് തൈമിൻ, അഡിനിൻ ആൻഡ് ഗ്വാനിൻ ആണ്. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 29. ഐനോറോബിക് ശ്വസനം നടക്കുന്നത് ഏതിൽ? ബാക്ടീരിയ. ഐനോറോബിക് ശ്വസനം നടക്കുന്നത് ബാക്ടീരിയയിൽ. RBCയുടെ വർണ്ണകം ഹീമോഗ്ലോബിൻ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം r-ഉം ഫോക്കസ് ദൂരം f-ഉം ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സമവാക്യമാണ് F = r/2.